ജെബിയും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളടക്കം ചർച്ച ചെയ്യുന്നതാണ് ബഹുമാന്യനായ ശ്രീ ടി.എസ്. ശ്യാംകുമാറിനെ അധിക്ഷേപിക്കുകയും സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം കൂടാതെ ഇപ്പോൾ അദ്ദേഹത്തിനെ നേരിട്ട് മുഖംമൂടി വെച്ച ആളുകൾ അദ്ദേഹത്തിൻ്റെ വീട്ടുപടിക്കൽ വെച്ചും പരിസര പ്രദേശങ്ങളിലുമൊക്കെ വെച്ച് അദ്ദേഹത്തിനെ അധിക്ഷേപിക്കുന്നതായിട്ട് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കേരളത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടികളും കേരളത്തിൽ അറിയപ്പെടുന്ന, ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വലിയ വാഗ്മിയും ചിന്തകനുമായിട്ടുള്ള ഒരു മനുഷ്യനെ ഇങ്ങനെ ആക്രമിച്ചിട്ട് പോലും പ്രതികരിക്കാൻ തയ്യാറാകാത്ത ഒരു സാമൂഹിക സ്ഥിതിവിശേഷം ഇന്ന് കേരളത്തിലുണ്ട്. അദ്ദേഹത്തിനെ ആക്രമിക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ അധിക്ഷേപിക്കാൻ വന്ന ആളുകൾ, കൊലപ്പെടുത്തും എന്ന് പ്രഖ്യാപിക്കുന്ന ആളുകൾ സംഘപരിവാർ ആണെന്നാണ് പല കേന്ദ്രങ്ങളിൽ നിന്നുമുള്ള അറിവുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇത് അവർ മാത്രമല്ല, കേരളത്തിലെ മറ്റു ചില രാഷ്ട്രീയ പാർട്ടികളുടെ വക്താക്കൾക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവരുടെയൊക്കെ മൗനം അതാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത്. ടി.എസ്. ശ്യാംകുമാറിനെ നിങ്ങൾ ആക്രമിക്കുന്നത് അദ്ദേഹം ഹിന്ദുത്വത്തിനെതിരായി വർത്തമാനം പറയുന്നു എന്ന കാരണത്താലാണ്. അദ്ദേഹം ഇതിനെ വളരെ ശാസ്ത്രീയമായി അക്കാദമിക്കായി പഠിച്ച ആളാണ്. അപ്പോൾ ഹിന്ദുത്വത്തിനെ അധിക്ഷേപിക്കുന്നത് ഹിന്ദുത്വത്തിൽ അല്ലെങ്കിൽ ഹിന്ദു മതഗ്രന്ഥങ്ങളിൽ ഇല്ലാത്ത കാര്യങ്ങൾ കള്ളപ്രചരണത്തിലൂടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ്, അല്ലെങ്കിൽ ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തിനെ ആക്രമിക്കും, കൊല്ലും അല്ലെങ്കിൽ അധിക്ഷേപിക്കും എന്ന് പറയുന്നെങ്കിൽ അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുമായിരുന്നു. എന്നാൽ അദ്ദേഹം അക്കാദമിക് ലെവലിലേക്ക് ഉയർന്നു വന്നത് ഈ സംസ്കൃത ഭാഷ പഠിച്ചുകൊണ്ടാണ്. ആ സംസ്കൃത ഭാഷയിൽ ഹിന്ദു മതഗ്രന്ഥങ്ങളിൽ ഉള്ള മൂഢത്തരം അല്ലെങ്കിൽ വിവേചനം, മനുഷ്യരെ വിഭജിക്കുന്ന ഒരു രീതി, വിവേചനത്തോടുകൂടി വിഭജിക്കുന്ന ഒരു രീതി, ഇതൊക്കെ ബോധ്യപ്പെട്ടതിന് ശേഷം കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനോട്, രാഷ്ട്രീയ സമൂഹത്തോട് ഒക്കെ അദ്ദേഹം സമ്മതിക്കുകയാണ്. ആ സമ്മതിക്കുമ്പോൾ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാകുന്നതിൻ്റെ കാരണം നിങ്ങളുടെ മതഗ്രന്ഥങ്ങൾ തെറ്റായതുകൊണ്ടാണ്, അല്ലാതെ അദ്ദേഹത്തിന് കുഴപ്പമല്ല. അദ്ദേഹം നിങ്ങളുടെ മതഗ്രന്ഥങ്ങളെയും ദൈവങ്ങളെയും ഒക്കെ അധിക്ഷേപിക്കുന്നത് ശാസ്ത്രീയമായ തെളിവുകളുടെ പശ്ചാത്തലത്തിലാണ്. ആ ശാസ്ത്രീയമായ തെളിവുകളെല്ലാം നിങ്ങളുടെ മതഗ്രന്ഥങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് അദ്ദേഹം അയ്യപ്പനെ സംബന്ധിച്ച് പറയുമ്പോൾ നിങ്ങൾ ദൈവവൽക്കരിച്ചു വച്ചിരിക്കുന്ന അയ്യപ്പൻ, അതെങ്ങനെയും ആയിക്കോട്ടെ, അതിൻ്റെ ചരിത്ര പശ്ചാത്തലം മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ടെങ്കിൽ പോലും അദ്ദേഹം നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന തരത്തിലേക്കാണ് അദ്ദേഹം നിങ്ങളുടെ പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധ തിരിച്ചുകൊണ്ടുവരുന്നത്. അദ്ദേഹം പറയുന്നത് അയ്യപ്പൻ്റെ സൃഷ്ടിയെക്കുറിച്ചാണ്. അദ്ദേഹം സൃഷ്ടിയെക്കുറിച്ച് പറയുന്നതിൽ എന്താണ് തെറ്റ്? ഈ ഹിന്ദു പുരാണങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഏത് കൃതികൾ പരിശോധിച്ചാലും ശരി, ഏത് ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാലും ശരി, അവിടെയൊന്നും അയ്യപ്പൻ പരാമർശിക്കപ്പെടുന്നില്ല. അവിടെയൊന്നും അയ്യപ്പൻ എന്ന് പറയുന്നൊരു കഥാപാത്രമില്ല. നിങ്ങളിപ്പോൾ രാമായണമോ മഹാഭാരതമോ അങ്ങനെ നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഏതൊക്കെ എടുത്താലും, വിശുദ്ധ ഗ്രന്ഥങ്ങൾ എന്നല്ല, എൻ്റെ ഭാഷയിൽ പറഞ്ഞ വിഷലിപ്ത ഗ്രന്ഥങ്ങൾ എന്നേ ഞാൻ പറയുള്ളൂ, വിശുദ്ധ ഗ്രന്ഥങ്ങൾ ഞാൻ പറയില്ല. അപ്പം ഇത്തരം ഗ്രന്ഥങ്ങളിലൊക്കെ നിങ്ങൾ പരിശോധിക്കണം, എവിടെയും അയ്യപ്പൻ എന്ന് പറയുന്ന കഥാപാത്രമില്ല. മാത്രമല്ല അയ്യപ്പൻ്റെ സൃഷ്ടി എന്ന് പറയുന്നത് തുടയിലൂടെ അങ്ങനെ പിളർന്ന് അങ്ങനെ ഉണ്ടായി എന്നാണ് പറയുന്നത്. നമുക്കറിയാം, തുടയിലൂടെ നമ്മൾ ഒരിക്കലും ലൈംഗിക വീഴ്ചയിൽ ഇടപെട്ട് ഒരിക്കലും അങ്ങനെ ഒരു കുട്ടി ഉണ്ടായില്ല, അത് നമുക്കറിയാം. പക്ഷെ എന്നിട്ട് പോലും നിങ്ങൾ തെറ്റായ വ്യാഖ്യാനങ്ങളുടെ സമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഒരു വിഭാഗം ആളുകളിലേക്ക് മാത്രം, ഉദാഹരണത്തിന് ബ്രാഹ്മണരിലേക്ക് മാത്രം, അല്ലെങ്കിൽ ഇതിനെ നിയന്ത്രിക്കുന്ന നായർ വിഭാഗങ്ങളിലേക്ക് മാത്രമാണ് ഇതിൻ്റെ സമ്പത്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് തെറ്റെന്താണ്? അപ്പോൾ കുഴപ്പം ടി.എസ്. ശ്യാംകുമാറിൻ്റെതല്ല, കുഴപ്പം നിങ്ങളുടെ മതഗ്രന്ഥത്തിൻ്റെ പ്രശ്നമാണ്. അതുപോലെ തന്നെ നിങ്ങൾ വ്യാസൻ്റെ കഥ പറയുന്നൊരു പരാശരമുനിയുടെ കഥ പറയുന്നുണ്ട്. പരാശരമുനിയുമായി ബന്ധപ്പെട്ട കഥയിൽ ഒരു വാഴയിലയിൽ ബീജം വീഴുകയും അത് ബാലൻസ് തെറ്റി വെള്ളത്തിലേക്ക് പോകുമ്പോൾ ആ ബീജം മീൻ ഭക്ഷിക്കുകയും അവിടെ നിന്ന് പിന്നീടത് ഒരു ദിവ്യഗർഭം ഉണ്ടാകുന്ന കഥ നിങ്ങൾ പറയുന്നുണ്ട്. നമുക്കറിയാം, എപ്പോഴും നമ്മൾ ലൈംഗിക വീഴ്ചയിൽ ഏർപ്പെടുമ്പോൾ സ്ത്രീ ലൈംഗിക അവയവത്തിലൂടെ ഗർഭപാത്രത്തിലേക്ക് ചെന്നാണ് ഈ ബീജം ചെന്നിട്ടാണ് സാധാരണ കുട്ടി ഉണ്ടാകുന്നത്. അത് ഇന്ത്യയിൽ മാത്രമല്ല, അല്ലെങ്കിൽ ഹിന്ദുക്കളിൽ മാത്രമല്ല, ലോകത്തെവിടെയും അങ്ങനെ തന്നെയാണ്. അതൊരു ശാസ്ത്രീയതയാണ്. ആ ശാസ്ത്രീയത നിലനിൽക്കുമ്പോൾ നിങ്ങളിങ്ങനെ ഒരു ചിത്രകഥ, ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന കഥ, ഇത്തരം കഥകളൊക്കെ പറഞ്ഞ് സമൂഹത്തിനെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങൾ ശ്രമിക്കുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യത്തെ ശാസ്ത്രബോധത്തിൻ്റെ നിരീക്ഷണത്തോടു കൂടി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും അടങ്ങുന്ന
ലോക സമൂഹത്തെ ബോധ്യപ്പെടുത്തുന്നത് എന്താണ് തെറ്റ്? അപ്പോൾ നിങ്ങളുടെ കൃതികൾ തെറ്റായതുകൊണ്ടാണ് നിങ്ങൾ അദ്ദേഹത്തിന്, അതായത് നിങ്ങൾ ചമച്ചു വെച്ചിരിക്കുന്ന കൃതികൾ തെറ്റാണെന്നും ആ കൃതികൾ അതിൻ്റെ യാഥാർത്ഥ്യം കേരളത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെയും പൊതുസമൂഹം അറിയരുതെന്നും നിങ്ങളുടെ മൂഢവിചാരങ്ങൾ ശാസ്ത്രീയപരമായ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ അദ്ദേഹം ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ അദ്ദേഹത്തിനെ ആക്രമിക്കുമെന്ന് പറയുന്നത് അത് എന്ത് നയത്തിൻ്റെ, അതിനെയാണ് നമ്മൾ ഫാസിസം എന്ന് പറയുന്നത്. ബ്രാഹ്മണിസം, ഇന്ത്യയിൽ ഫാസിസം എന്ന് പറയുന്നത് ബ്രാഹ്മണിസമാണ്. ഇതൊക്കെ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇനി മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പല വോയിസുകളിലും അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളിലൊക്കെ നമുക്ക് പ്രഭാഷണങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും. ഇവിടെ നിങ്ങൾ പറയുന്ന ഒരു കാര്യം വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ വീക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച വരുന്നത് എങ്ങനെയാണ്? മാധ്യമങ്ങളിൽ ഏറ്റവും കൂടുതൽ ചർച്ച വരുന്നത് ദളിത് വനിത പീഡിപ്പിക്കപ്പെട്ടു അല്ലെങ്കിൽ ദളിത് ബാലിക പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള നിലയാണ്. ഈ ചർച്ച ചെയ്യാൻ വരുന്ന ആളുകൾ ദളിത് ചിന്തകരോ അല്ലെങ്കിൽ ദളിത് സഹയാത്രികരോ മാത്രമല്ല, മറ്റ് സവർണരായിട്ടുള്ള ആളുകൾ പോലും വരുന്നുണ്ട്, മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ പോലും വരുന്നുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം, ഈ ദളിതരുടെ ഒരു 10-1 പോലും ജനസംഖ്യയില്ലാത്ത ബ്രാഹ്മണ സമൂഹം, ആ ബ്രാഹ്മണ സമൂഹത്തിൽ നിന്നും ഒരു ദളിത് ബാലിക പോലും പീഡിപ്പിക്കപ്പെടുന്നില്ല, ഒരു ബ്രാഹ്മണ യുവതി പോലും പീഡിപ്പിക്കപ്പെടുന്നില്ല. എന്തുകൊണ്ടാണ്? വിവേചനം വളരെ കൃത്യമായി നിൽക്കുന്നത്. പട്ടിണി ഉണ്ടാകുന്നത്, ദാരിദ്ര്യം ഉണ്ടാകുന്നത്, വിവേചനം ഉണ്ടാകുന്നത്, അതുപോലെ തന്നെ ആക്രമിക്കപ്പെടുന്നത്, പീഡിപ്പിക്കപ്പെടുന്നത്, ഇതെല്ലാം ജാതി വ്യവസ്ഥയിൽ നിന്നാണ്. ഇന്ത്യയിൽ നിലനിൽക്കുന്ന സാമൂഹ്യ ശ്രേണിയിലെ ജാതി വ്യവസ്ഥിതിയാണ്. ആ ജാതി ശ്രേണീകൃതമായ വ്യവസ്ഥയിൽ നിന്നാണ് ഇതിങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് 1% പോലും ഇല്ലാത്ത ബ്രാഹ്മണർ പീഡിപ്പിക്കപ്പെടാതിരിക്കുകയും 20% വരുന്ന കേരളത്തിലെ പട്ടിക വിഭാഗത്തിൽപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ദളിതരായിട്ടുള്ള ആളുകൾ പീഡിപ്പിക്കപ്പെടുന്നതാണ്. അപ്പോൾ അതിൻ്റെ സാമൂഹിക ഘടന, ആ സാമൂഹിക ഘടനയിൽ അവർ ആദരിക്കപ്പെടേണ്ടവരും ഇവർ അനാദരവ് ലഭിക്കേണ്ട ആളുകളാണെന്നുള്ള ധാരണ കേരള പൊതുസമൂഹത്തിനുണ്ട്. ആ പൊതുസമൂഹത്തിന് അങ്ങനെ ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഹിന്ദു മതഗ്രന്ഥങ്ങൾ കൊണ്ടാണ് അങ്ങനെ ഉണ്ടായത്. ഹിന്ദു മതഗ്രന്ഥങ്ങൾ നിലനിൽക്കുന്നിടത്തോളം കാലം ഈ വിവേചനം നിലനിൽക്കുന്നു എന്ന് വളരെ മനസ്സിലാകുന്ന ഭാഷയിൽ അദ്ദേഹം കേരളത്തിലെ പൊതുസമൂഹത്തിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരം ചില ഇടപെടലുകൾ വളരെ തെളിവുകളുടെ പശ്ചാത്തലത്തിൽ, നിങ്ങളുടെ മതഗ്രന്ഥങ്ങൾ മോശമാണ്, ഹിന്ദു മതഗ്രന്ഥങ്ങളാണ് മോശം, TS ശ്യാംകുമാർ അല്ല. നിങ്ങളത് ആദ്യം മനസ്സിലാക്കുക. ഹിന്ദു മതഗ്രന്ഥങ്ങളാണ് കുഴപ്പം, മോശം, അല്ല TS ശ്യാംകുമാർ അല്ല. കാരണം TS ശ്യാംകുമാർ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നോ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്നോ എടുത്തിട്ടൊന്നും പറയുന്നില്ല. ഹിന്ദു മതഗ്രന്ഥങ്ങളെ അധികരിച്ചു അതിൻ്റെ കുഴപ്പങ്ങൾ, അത് ഈ രാജ്യത്തുണ്ടായിട്ടുള്ള കുഴപ്പങ്ങൾ, ഉണ്ടാക്കുന്ന കുഴപ്പങ്ങൾ, ഉണ്ടാക്കിയേക്കാവുന്ന കുഴപ്പങ്ങൾ, ഇതാണ് ശ്യാംകുമാർ പറയുന്നത്. അതിലെന്താണ് തെറ്റ്? അപ്പോൾ ആ തെറ്റ് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് നിങ്ങളുടെ മതഗ്രന്ഥങ്ങൾ തെറ്റാണെന്നും അത് അപഹാസ്യമാണെന്നും സാംസ്കാരിക വിരുദ്ധമാണെന്നും രാഷ്ട്രീയ സമത്വമില്ലായ്മയാണെന്നും വിവേചനം നിലനിൽക്കുന്നതാണെന്നും നിങ്ങൾക്ക് തീർച്ചയായും ബോധ്യപ്പെടുന്നത് TS ശ്യാംകുമാറിൻ്റെ വർത്തമാനത്തിലൂടെയാണ്, പ്രഭാഷണത്തിലൂടെയാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടതുകൊണ്ട്, തെറ്റുകൾ നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് കൊണ്ടാണ് ആ തെറ്റുകൾ അംഗീകരിക്കാതിരിക്കുവാൻ വേണ്ടി, അംഗീകരിക്കാൻ മനസ്സില്ലായ്മ കൊണ്ട് നിങ്ങൾ TS ശ്യാംകുമാറിനെ നിങ്ങൾ ആക്രമിക്കുമെന്ന് പറയുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അദ്ദേഹത്തിനെ സംരക്ഷിച്ചേ പറ്റൂ. കാരണം മഹാനായ ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കറിന് ശേഷം ഹിന്ദു സ്മൃതികളും കൃതികളുമെല്ലാം വളരെ കൃത്യമായി പഠിച്ച് അനലൈസ് ചെയ്ത് ഇന്ത്യൻ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുത്തുന്ന മഹാനായ ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കറിന് ശേഷം അങ്ങനെ തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇത്ര ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് നമ്മളോട് പറയുന്ന ഒരു മഹാവ്യക്തിയെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അദ്ദേഹത്തിൻ്റെ സമുദായ അംഗങ്ങൾക്കുണ്ട്, കേരളത്തിലെ മുഴുവൻ സമുദായങ്ങൾക്കുണ്ട്, ഇന്ത്യയിലെ മുഴുവൻ ദളിതർക്കുമുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ ദളിത് പിന്നോക്ക വിഭാഗങ്ങൾ ശ്യാംകുമാറിനെ സംരക്ഷിക്കാൻ തയ്യാറാകും. നിങ്ങളിനി എന്ത് നിലപാട് സ്വീകരിച്ചെന്ന് പറഞ്ഞാലും ശരി, നിങ്ങളിനി എന്തൊക്കെ പ്രഖ്യാപിച്ചെന്ന് പറഞ്ഞാലും, എന്തൊക്കെ അധിക്ഷേപിച്ചെന്ന് പറഞ്ഞാലും, എന്തൊക്കെ ആക്രമിച്ചെന്ന് വിചാരിച്ചു, ഞങ്ങൾ അദ്ദേഹത്തിന് സംരക്ഷിക്കാൻ തയ്യാറാകും. അതിന് ഒരു മാറ്റവും ഇല്ല. കാരണം ഞങ്ങൾക്ക് അദ്ദേഹം ഒരു സിമ്പലാണ്. ഈ സംസ്ഥാനത്ത്, ഈ രാജ്യത്ത് ഞങ്ങൾക്ക് ഞങ്ങളുടെ സമൂഹത്തിന് അദ്ദേഹം ഒരു സിമ്പലാണ്. ജനാധിപത്യത്തെക്കുറിച്ച് ചിന്തയുള്ള ആളുകൾക്ക്, ഭരണഘടനയെക്കുറിച്ച് ബോധ്യപ്പെടുന്ന ആളുകൾക്ക്, മഹാനായ ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കറിനെ പിന്തുടരുന്ന ആളുകൾക്ക് TS ശ്യാംകുമാർ എന്തും ഒരു സിമ്പൽ തന്നെയായിരിക്കും. ആ സിമ്പൽ സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാകും. അതുകൊണ്ട് അദ്ദേഹത്തിനോട് കാണിക്കുന്ന ഈ അക്രമവും അധിക്ഷേപങ്ങളും ഒക്കെ തിരിച്ച് നിങ്ങളുടെ മതപണ്ഡിതന്മാർക്കും അല്ലെങ്കിൽ നിങ്ങളുടെ ആചാര്യന്മാർക്കും തീർച്ചയായും ലഭിക്കും. ആ സാഹചര്യം കേരളത്തിലുണ്ടാകും, അതിന് യാതൊരു തർക്കവുമില്ല. കാരണം ഞങ്ങളുടെ ബുദ്ധിവൈഭവമുള്ള ആളുകളെ, ഞങ്ങളുടെ അക്കാഡമിസ്റ്റുകളെ, ഞങ്ങളുടെ ചിന്തകരെ ഒക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾ ഏറ്റെടുക്കും. എല്ലാവിധ ഐക്യദാർഢ്യവും അദ്ദേഹത്തിന് ഞങ്ങൾ കൊടുക്കുകയും ചെയ്യും. എല്ലാ സംരക്ഷണവും ഞങ്ങൾ ഏറ്റെടുക്കുകയും ചെയ്യും. ജയ് ഭീം.